ഒരു സൂപ്പർ താരത്തോളം ആരാധകരുണ്ടായിരുന്ന ആ പ്രതിഭാധനന് കരിയറിലെ ആദ്യ തട്ടകമായത് ആകാശവാണിയാണ്. കേവലം വാർത്താവായനയിൽ പോലും ആരാധക സഹസ്രങ്ങളെ സൃഷ്ടിച്ച ആ ബഹുമുഖ പ്രതിഭ തന്റെ എണ്ണം പറഞ്ഞ സാഹിത്യ രചനകൾക്കിടയിൽ ചലച്ചിത്ര ലോകത്തേക്ക് ചുവടുവെച്ചത് മലയാള സിനിമയുടെ സുഹൃതം തന്നെയായിരുന്നു. സ്വയം സംവിധാനം ചെയ്തതുൾപ്പെടെ ക്ലാസും മാസും കൈയടിച്ച 36 തിരക്കഥകൾ സമ്മാനിച്ച് ചലച്ചിത്ര രചനയുടെ ദൃശ്യ വ്യാകരണം മാറ്റി എഴുതിയ അഭ്ര ഗന്ധർവൻ. ക്ലാരയും ജയകൃഷ്ണനും, സോളമനും സോഫിയയും, പപ്പുവും രതിച്ചേച്ചിയും, തകരയും സുഭാഷിണിയും, ആലീസും രവി പുത്തൂരാനും, വിശ്വനാഥനും കള്ളൻ പവിത്രനും, ഷേർലിയും റോയ് വർഗീസും ഗന്ധർവനും മുതൽ എത്രയോ സ്വപ്ന തുല്യമായ കഥാപാത്രങ്ങളെ മലയാളിക്ക് സമ്മാനിച്ച അനശ്വര ജന്മം. ഓർമ്മയിലെന്നും പത്മരാജൻ. ഞാൻ ഗന്ധർവൻ. ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാവാനും മനുഷ്യനാവാനും നിന്റെ ചുണ്ടിന്റെ മുത്തമാവാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗൻചാരി. അപ്പം ഈ എഴുത്തുകാരൻ, സംവിധായകൻ, ഇതിനു മുമ്പ് വായിച്ചിട്ടൊക്കെ ഇല്ലേ അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ? ഇഷ്ടം പോലെ വായിച്ചിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, പക്ഷെ കുറച്ചൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പെരുവഴിയമ്പലം എടുക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞ എല്ലാം എന്നെ ഫിക്സ് ചെയ്ത ശേഷം എന്നോട് പറഞ്ഞു, നീ ആ നോവൽ എടുത്ത് വായിക്കണം. മാതൃഭൂമിയിലുണ്ട് 11 ലക്കമുള്ള ചെറിയ നോവലാണ്, വായിക്കണം. ഞാൻ അതിനുശേഷം അത് ഇങ്ങനെ ഒരു നോവൽ വേണമെന്നൊക്കെ നമുക്കറിയാമെങ്കിലും ഞാൻ ഈ പറഞ്ഞ ശേഷമാണ് അത് വായിക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ തന്നെ ചെറുകഥകളും നോവലുകളൊക്കെ ഇഷ്ടംപോലെ. ഇപ്പം എനിക്ക് തോന്നുന്നു, ഇപ്പം നമ്മൾ പറഞ്ഞത് തൂവാനത്തുമ്പികളെ പറ്റിയാണ്ട് ഉദകപ്പോള എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ചെറുകഥയാണ് തൂവാനത്തുമ്പികൾ എന്ന് പറയുന്ന സിനിമയായിട്ട് പിന്നീട് മാറ്റിയിട്ടുള്ളത്. പൊതുവെ അതിന്റെ ഒരു സാഹിത്യം, അതിൽ പൊതുവെ പലതിലും ഒരു സാഹിത്യത്തിൻ്റെതായ ഒരു ഗുണം പല സിനിമകളിലും അദ്ദേഹത്തിൻ്റെതായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു സംവിധായകൻ അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം, അദ്ദേഹത്തിന് ശേഷമൊക്കെ എനിക്ക് തോന്നുന്നു ഇത്രയധികം കൃതികൾ ഒരാളെ പറ്റി ഉണ്ടായിട്ടുള്ളതും ഒരാൾ എഴുതിയതിപ്പം ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്, പിന്നീട് സിനിമയായിട്ടുണ്ട്. പക്ഷെ ഒരു സംവിധായകനെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പിന്നീട് അദ്ദേഹവുമായി ആത്മബന്ധമുള്ള ആളുകളെല്ലാം ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിട്ടുള്ളൊരു സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ തിരക്കഥകൾ പുസ്തകങ്ങളാകുമ്പം ഒരുപാട് വിറ്റുപോകുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെല്ലാം അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ, അദ്ദേഹവുമായി ഉണ്ടായിരുന്ന നിമിഷങ്ങളെല്ലാം പുസ്തകങ്ങളാക്കി എഴുതുന്നു. ഒരുപക്ഷെ ഭാര്യ ഒന്നിലധികം പുസ്തകങ്ങൾ അദ്ദേഹത്തെ പറ്റിയുള്ള അതൊരു വലിയ അപൂർവതയാണ്. ഒന്നല്ല, ഒരുപാട് പുസ്തകങ്ങൾ എഴുതുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഓർമ്മയിലെ